ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. BEd ME.d വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്നത്തേത്. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് അസസ്മെൻറ്റ് ഓഫ് ഇൻ്റലിജൻസ് എന്ന ടോപ്പിക്കാണ്. ജനറലി ഇറ്റ് ഈസ് സീൻ ദാറ്റ് ഇൻ്റലിജൻസ് ഓഫ് എ പേഴ്സൺ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി അതേഴ്സ്. ദ ഇൻ്റലിജൻസ് ഓഫ് പീപ്പിൾ ആർ assessed by a number of intelligence scales or tests which have been devised by many psychologists. അപ്പോൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഓരോ വ്യക്തികളിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഒരാളുടെ ഇൻ്റലിജൻസ് ആയിരിക്കില്ല മറ്റൊരാൾക്ക്. അപ്പോൾ ആ ഇൻ്റലിജൻസ് നമുക്ക് അളക്കാൻ കഴിയുന്നതാണ്, അത് മെഷറബിൾ ആണ്. അപ്പോൾ അത് അളക്കുന്നതിന് വേണ്ടി കുറേ സൈക്കോളജിസ്റ്റുകൾ കുറേ ടെസ്റ്റുകളും സ്കെയിലുകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കിന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്ന് നോക്കാം. Intelligence tests are psychological tests that are designed to measure a variety of mental functions such as reasoning, comprehension and judgment. അതാണ് ഇൻ്റലിജൻസ് ടെസ്റ്റ്. അതായത് നമ്മളുടെ റീസണിങ്, കോംപ്രിഹെൻഷൻ, ജഡ്ജ്മെൻറ്റ് അതൊക്കെ അളക്കാനാണ്, മെൻ്റൽ ഫങ്ഷൻസ് അളക്കാനാണ് ഇൻ്റലിജൻസ് ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. ഇൻ്റലിജൻസ് ടെസ്റ്റ് അസസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഹ്യൂമൻ ഇൻ്റലിജൻസ്. Western psychologists discovered various methods to measure human intelligence. In this direction, the first attempt was made by William Wundt, who established a laboratory in 1879, which was dedicated to psychology to assess intelligence. അപ്പോൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ആദ്യമായി മെഷർ ചെയ്യുന്നത് ആരംഭിച്ചത് ആരാണ്? വില്യം വൂണ്ടാണ്. അദ്ദേഹം 1879 ഒരു ലബോറട്ടറിയും സ്ഥാപിച്ചു. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഇൻ 1900 കാറ്റിൽ യൂസ്ഡ് സം മെഷർ ഓഫ് ഇൻ്റലിജൻസ് സച്ച് ആസ് സ്ട്രെങ്ത് ഓഫ് ഗ്രിപ്പ്, കളർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് റോട്ട് മെമ്മറി. അപ്പോൾ കാറ്റിൽ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് 1900 ഇൻ്റലിജൻസിനെ മെഷർ ചെയ്യുന്നതിനുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തി. അതൊക്കെയാണ് സ്ട്രെങ്ത് ഓഫ് ഗ്രിപ്പ്, കളർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് റോട്ട് മെമ്മറി. ഓക്കെ, however the major effort was made by Alfred Binet, who was French psychologist and also known as father of mental testing. Okay, and also known as pioneer of intelligence test. അപ്പോൾ ഞാൻ കുറച്ച് പേരുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വില്യം വൂണ്ട്, കാറ്റിൽ ആൻഡ് ആൽഫ്രഡ് ബിനെറ്റ്. അപ്പോൾ അതിൽ ആൽഫ്രഡ് ബിനെറ്റ് ആണ് ഫാദർ ഓഫ് മെൻ്റൽ ടെസ്റ്റിംഗ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം കുറച്ച് മെൻ്റൽ ടെസ്റ്റുകളും അതുപോലെ തന്നെ സ്കെയിലുകൾക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇന്നും ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് മെൻ്റൽ ടെസ്റ്റിംഗ് എന്നറിയപ്പെടുന്നത്. അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റ്. They can be classified as either verbal or performance test on the basis of nature of items used. There are mainly classified into two tests: individual or group test, verbal, non-verbal or performance test. In individual or group test, an individual intelligence test is one which can be administered to one person at a time. Okay, at the time of group intelligence test can be administered to several persons simultaneously. അപ്പോൾ അതായത് അതാണ് ഇൻഡിവിജ്വൽ ടെസ്റ്റും ഗ്രൂപ്പ് ടെസ്റ്റും തമ്മിലുള്ള ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഒരൊറ്റ പേഴ്സണ് മാത്രമേ ചെയ്യുകയുള്ളൂ. എന്നാൽ ഗ്രൂപ്പ് ടെസ്റ്റ് മോർ ദാൻ വൺ പേഴ്സൺ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിന് അറ്റ് എ ടൈം കൊടുക്കുന്നതാണ്. എ ഗ്രൂപ്പ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ക്യാൻ ബി അഡ്മിനിസ്ട്രേഡ് ടു സെവറൽ പേഴ്സൺസ് സൈമൾട്ടേനിയസ്ലി. അതായത് ഒരുപാട് ആളുകൾക്ക് ഒരേ സമയം കൊടുക്കുന്നതാണ് ഗ്രൂപ്പ് ഇൻ്റലിജൻസ് ടെസ്റ്റ്. എന്നാൽ ഇൻഡിവിജ്വൽ ഇൻ്റലിജൻസ് ടെസ്റ്റ് ഒരു പേഴ്സണ് മാത്രമേ ഒരു സമയം കൊടുക്കുകയുള്ളൂ, വൺ പേഴ്സൺ അറ്റ് എ ടൈം. ഇൻഡിവിജ്വൽ ടെസ്റ്റ് അലോ പീപ്പിൾ ടു ആൻസർ ഓറലി ഓർ ഇൻ റിട്ടൺ ഫോം, while the group test generally seek written answers, usually in multiple choice format. അതായത് ഇൻഡിവിജ്വൽ ടെസ്റ്റ് അതായത് ഓറലിയോ അല്ലെങ്കിൽ റിട്ടൺ ഫോർമാറ്റിലോ ആണ് നമ്മൾ അസസ് ചെയ്യുന്നത്. എന്നാൽ ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൊടുക്കുന്നത്. അതിൻ്റെ ആൻസർ നോക്കിയിട്ടാണ് ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യുന്നത്.
Next, we will need to discuss about verbal, non-verbal or performance test. Verbal tests are presented in words and languages and can be administered only to literate people. ഓക്കെ, അപ്പോൾ വെർബൽ ടെസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? വേർഡ്സ് മുഖേന അല്ലെങ്കിൽ ലാംഗ്വേജസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അത് ലിറ്ററേറ്റ് പീപ്പിൾ, അതായത് എഴുത്തും വായനയും അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ വെർബൽ ടെസ്റ്റ് കൊടുക്കുകയുള്ളൂ. അവർക്ക് മാത്രമേ അതിന് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. വേറാസ് നോൺ വെർബൽ ടെസ്റ്റ് ആർ യൂസ് പിക്ചേഴ്സ് ഓർ ഇല്ലുസ്ട്രേഷൻസ് ആസ് ടെസ്റ്റ് ഐറ്റംസ്. അപ്പം നോൺ വെർബൽ ഐറ്റംസിൽ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് പിക്ചേഴ്സുകൾ അല്ലെങ്കിൽ ഇല്ലുസ്ട്രേഷൻസുകൾ, അതും ഡയഗ്രാംസോ ഒക്കെ ആയിരിക്കും ഇല്ലുസ്ട്രേഷൻസ്. അപ്പം അതുവഴിയാണ് നമ്മൾ നോൺ വെർബൽ ടെസ്റ്റുകൾ കൊടുക്കുന്നത്. അപ്പോൾ അത് ഇല്ലിറ്ററേറ്റ് പീപ്പിളിനായിരിക്കും കൊടുക്കുക. പെർഫോമൻസ് ടെസ്റ്റ് റിക്വയർ സബ്ജക്ട്സ് ടു മാനിപ്പുലേറ്റ് ഒബ്ജക്ട്സ് ആൻഡ് അതർ മെറ്റീരിയൽസ് ടു പെർഫോം എ ടാസ്ക്. അപ്പോൾ പെർഫോമൻസ് ടെസ്റ്റ് ആ പേരിൽ തന്നെയുണ്ട്. എന്തെങ്കിലും ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്ന രീതിയിലായിരിക്കും അത് കൊടുക്കുക. അതാണ് 3 ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ: വെർബൽ, നോൺ വെർബൽ, പെർഫോമൻസ്. നെക്സ്റ്റ് ഐ ഡിസ്കസ് അബൌട്ട് ബിനെറ്റ് സൈമൺ ഇൻ്റലിജൻസ് ടെസ്റ്റ് ഓർ സ്കെയിൽ. അപ്പോൾ ഇനി അടുത്തതായിട്ട് ബിനെറ്റും സൈമണും കൂടി ഡെവലപ്പ് ചെയ്ത ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ദിസ് ജനറൽ ടെസ്റ്റ് ഓഫ് മെൻ്റൽ എബിലിറ്റി വാസ് ഡിവൈസ്ഡ് ബൈ ആൽഫ്രഡ് ബിനെറ്റ് ആൻഡ് ഹിസ് കൊളീഗ്സ് സൈമൺ ഇൻ 1905. At first, he gave a very crude scale of 30 items to assess mental age. This scale was revised in the year 1908, and he prepared a scale of 59 items for the age group 3 to 13 years. He again revised his scale in the year 1911 and prepared a scale which contained tests for age group 3 to 16 years. അപ്പോൾ ആദ്യം അദ്ദേഹം ഉണ്ടാക്കിയ സ്കെയിലിൽ 30 ഐറ്റംസ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ അത് എഗെയിൻ റിവൈസ്ഡ് ചെയ്ത് 59 ഐറ്റംസ് ആക്കി മാറ്റി. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി സ്കെയിൽ, ബിനെറ്റ് കുഡ് ഐഡൻറ്റിഫൈ വെദർ എ പേഴ്സൺ ഈസ് ആവറേജ്, എബോവ് ഓർ ബിലോ, ഡിപ്പെൻഡിങ് അപ്പോൺ ഹിസ് മെൻ്റൽ ഏജ്. അപ്പോൾ അതായത് അദ്ദേഹം 3 കാറ്റഗറി ആയിട്ടാണ് മെൻ്റൽ ഏജിനെ ഡിവൈഡ് ചെയ്തത്. ഒന്ന് ആവറേജ്, എബോവ്, അതുപോലെ തന്നെ ബിലോ ആവറേജ്. അക്കോർഡിംഗ് ടു ഹിസ് ടെസ്റ്റ്, ഇഫ് എ പേഴ്സൺ ഗീവ്സ് ഓൾ ദ ആൻസേഴ്സ് ആസ് പെർ ഹിസ് ഏജ് ഈസ് കൺസിഡേർഡ് ആവറേജ്. അതായത് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഏജ് ആവറേജ് ആയിട്ട് കണക്കാക്കും, ഇൻ്റലിജൻ്റ് ആവറേജ് ആയിട്ട് കണക്കാക്കും. If gives all the answers set for people above his age is considered above average, and if does not give answer as per his age is considered below average. അതായത് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനെ കഴിഞ്ഞും കൂടുതൽ ആൻസറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി എബോവ് ആവറേജ് ആയിട്ടും, അതുപോലെ തന്നെ ആൻസറുകളൊക്കെ കൊടുക്കാതെ ഉണ്ടെങ്കിൽ, ഒരു ആൻസറും കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ കുറച്ച് ആൻസറുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ ആ കുട്ടിയെ ബിലോ ദ ആവറേജ് ആയിട്ടും കണക്കാക്കും. അതാണ് ബിനെറ്റ് സൈമൺ ഇൻ്റലിജൻസ് സ്കെയിൽ ഓർ ടെസ്റ്റ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ആൽഫ്രഡ് ബിനെറ്റ് ആൻഡ് സൈമൺ ഇൻ 1905. നെക്സ്റ്റ് ടെസ്റ്റ് ഈസ് നോൺ ആസ് സ്റ്റാൻഫോർഡ് ബിനെറ്റ് ഇൻ്റലിജൻസ് സ്കെയിൽ ഓർ ടെസ്റ്റ്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റാൻഫോർഡ് ബിനെറ്റ് ഇൻ്റലിജൻസ് സ്കെയിൽ ടെസ്റ്റ് ആണ്. The Binet-Simon intelligence test was further revised and explained by Louis Terman in the year 1916 at Stanford University. അപ്പോൾ ബിനെറ്റ് സൈമൺ ഇൻ്റലിജൻസ് വീണ്ടും റിവൈസ് ചെയ്തു. ആരാ റിവൈസ് ചെയ്തത്? ലൂയിസ് ടെർമാൻ ഇൻ ദ ഇയർ 1916 അറ്റ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി. അങ്ങനെ ആ ഇൻ്റലിജൻസ് ടെസ്റ്റിൻ്റെ പേര് സ്റ്റാൻഫോർഡ് ബിനെറ്റ് ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്നായി മാറി. This scale is known as Stanford Binet Intelligence Scale. This scale had 90 items. In the year 1937, 2 higher age groups were added in this scale. That is, superior adult mental age is 19 years and very superior adult mental age is 22 years. അതായത് ആദ്യം ഈ സ്കെയിലിൽ 90 ഐറ്റംസ് ആണ് ഉണ്ടായിരുന്നത്. ഈ 90 ഐറ്റംസ് ഡെവലപ്പ് ചെയ്ത് 1937
അപ്പോൾ തന്നെ 2 ഗ്രൂപ്പ് എക്സ്ട്രാ അതിൽ ആഡ് ചെയ്തു. അതാണ് സുപ്പീരിയർ അഡൾട്ട് മെൻ്റൽ ഏജ് 19 ഇയേഴ്സ്. രണ്ടാമത്തേത് വെരി സുപ്പീരിയർ അഡൾട്ട് മെൻ്റൽ ഏജ് 22 ഇയർ. In this type of test, intelligence is analyzed by 5 factors of cognitive ability. അതായത് 5 കോഗ്നിറ്റീവ് എബിലിറ്റിയാണ് ഇതിൽ അനലൈസ് ചെയ്തിരുന്നത്. ഒന്നാമത്തേതാണ് ഫ്ലൂയിഡ് റീസണിങ്, സെക്കൻഡ് വൺ നോളേജ്, തേർഡ് വൺ ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, ഫോർത്ത് വൺ വിഷ്വൽ സ്പേഷ്യൽ പ്രോസസ്സിംഗ് ആൻഡ് ഫിഫ്ത്ത് വൺ വർക്കിംഗ് മെമ്മറി. ഇതാണ് 5 ഫാക്ടേഴ്സ്. ഇൻ ദിസ് ടെസ്റ്റ് ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ റെസ്പോൺസസ് ആർ മെഷേർഡ്. അപ്പോൾ വെർബലും നോൺ വെർബലും മെഷർ ചെയ്തിരുന്നു ഈ ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട്. ഡ്യൂറിങ് ദിസ് ടെസ്റ്റ് ഈച്ച് ഓഫ് ദി 5 ഫാക്ടേഴ്സ് ഈസ് ഗിവൺ എ വെയിറ്റേജ് ആൻഡ് ദ കമ്പൈൻഡ് സ്കോർ ഈസ് ഓഫൺ റെഡ്യൂസ്ഡ് ടു എ റേഷ്യോ കോമൺലി നോൺ ആസ് IQ അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് ടുഡേ. അപ്പോൾ ഇന്ന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇൻ്റലിജൻറ്റ് ടെസ്റ്റാണ് സ്റ്റാൻഫോർഡ് ബിനെറ്റ് ഇൻ്റലിജൻസ് സ്കെയിൽ ഓർ ടെസ്റ്റ്. അപ്പോൾ അതിലാണ് നമ്മൾ IQ മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് വി നീഡ് ടു ഡിസ്കസ് ദ ലാസ്റ്റ് ഇൻ്റലിജൻസ് സ്കെയിൽ ടെസ്റ്റ് നോൺ ആസ് വെഷ്ലേഴ്സ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ഓർ സ്കെയിൽ. It is an intelligence test which was developed by a clinical psychologist, Dr. David WECHSLER, in the year 1939. അപ്പോൾ ഈ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു സിംഗിൾ പേഴ്സൺ ആണ്. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആണ്, ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ഡേവിഡ് വെഷ്ലർ. അദ്ദേഹം ഇത് കണ്ടുപിടിച്ചത് 1939 ദിസ് ടെസ്റ്റ് വാസ് ഡെവലപ്ഡ് ഫോർ ബോത്ത് ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്. രണ്ടു പേർക്കും ഈ ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും, ചിൽഡ്രനും അഡൾട്ടിനും. ഇറ്റ് ഈസ് എൻ ഇൻഡിവിജ്വൽ ടെസ്റ്റ് വിച്ച് ഹാസ് ദ യുണീക്ക് ക്വാളിറ്റി ഓഫ് ബീയിങ് സൈമൾട്ടേനിയസ്ലി എ വെർബൽ ആസ് വെൽ ആസ് എ പെർഫോമൻസ് ടെസ്റ്റ്. അപ്പോൾ ഈ ടെസ്റ്റ് ഒരു ഇൻഡിവിജ്വൽ ടെസ്റ്റായിട്ടും അതേസമയം വെർബൽ അതുപോലെ തന്നെ പെർഫോമൻസ് സ്കെയിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു യുണീക്ക് ക്വാളിറ്റി എന്ന് പറയുന്നത്. ദിസ് സ്കെയിൽ ഓർ ടെസ്റ്റ് കൺസിസ്റ്റ് ഓഫ് 11 ടെസ്റ്റ്, ഔട്ട് ഓഫ് വിച്ച് 6 വെർബൽ സ്കെയിൽ ആൻഡ് 5 പെർഫോമൻസ് സ്കെയിൽ ആർ ഇൻക്ലൂഡഡ്. ഈ ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ടെസ്റ്റുകളൊക്കെ ഒന്നുകിൽ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വലി അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷേ ഈ ടെസ്റ്റ് നമുക്ക് ഇൻഡിവിജ്വൽ ടെസ്റ്റായിട്ടും വെർബലും പെർഫോമൻസ് ഒക്കെ ആയിട്ടും സൈമൾട്ടേനിയസ്ലി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് 11 ടെസ്റ്റുകളാണുള്ളത്. അതിൽ 5 എണ്ണം വെർബൽ സ്കെയിൽ 6 എണ്ണം വെർബൽ സ്കെയിലായിട്ടും 5 എണ്ണം പെർഫോമൻസ് സ്കെയിലായിട്ടും യൂസ് ചെയ്യുന്നു. അപ്പം അതിൽ 6 വെർബൽ സ്കെയിൽ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ടെസ്റ്റ് ഓഫ് ജനറൽ ഇൻഫർമേഷൻ, ടെസ്റ്റ് ഓഫ് ജനറൽ കോംപ്രിഹെൻഷൻ, ടെസ്റ്റ് ഓഫ് അരിത്മെറ്റിക് റീസണിങ്, ടെസ്റ്റ് ഓഫ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സിമിലാരിറ്റീസ്, ടെസ്റ്റ് ഓഫ് മെമ്മറി ഓർ ഡിജിറ്റ് സ്പാൻ, ടെസ്റ്റ് ഓഫ് വൊക്കാബുലറി. ഇതാണ് 6 വെർബൽ സ്കെയിൽ. ഇനി നെക്സ്റ്റ് 5 ആർ പെർഫോമൻസ് സ്കെയിൽ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ 5 പെർഫോമൻസ് സ്കെയിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിജിറ്റ് സിമ്പിൾ ടെസ്റ്റ്, പിക്ചർ കംപ്ലീഷൻ ടെസ്റ്റ്, ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ്, പിക്ചർ അറേഞ്ച്മെൻറ്റ് ടെസ്റ്റ്, ഒബ്ജക്റ്റ് അസംബ്ലി ടെസ്റ്റ്. ഇതൊക്കെയാണ് 5 പെർഫോമൻസ് സ്കെയിൽ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഈ ടെസ്റ്റ് അഡൾട്ടിനും ചിൽഡ്രനും ഒരുപോലെ യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ അതിനെ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ദ വെഷ്ലർ ഇൻ്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ WISC. രണ്ടാമത്തെ ദ വെഷ്ലർ ഇൻ്റലിജൻസ് സ്കെയിൽ ഫോർ അഡൾട്ട് WISA. അപ്പോൾ ഒന്നാമത്തെ WISC it covers children between the age of 6 to 16 years. WISA it covers adult and elder adolescents. ഇതാണ് 2 ടൈപ്സ് വെഷ്ലർ ഇൻ്റലിജൻസ് സ്കെയിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ WISC, രണ്ടാമത്തെ WISA.